ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 60 ദിവസത്തിൻ്റെ ഒരു ടൈം ടേബിളാണ് കേട്ടോ നോക്കി പോകുന്നത്. അപ്പോൾ ഫുൾ റിവിഷൻ ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. അപ്പോൾ നമ്മൾ SCERT ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠന രീതി ആയിരിക്കും. അപ്പോൾ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 60 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ ദിവസം നമ്മൾ ടൈം ടേബിൾ തരും, അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക, അതിൻ്റെ റിവിഷൻ ക്ലാസ് കേൾക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ SCERT ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ SCERT ചിലപ്പം നമ്മൾ ഇങ്ങനെ പിക്ചർ ഇടാതെ ആയിരിക്കും ക്ലാസ് തരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ SCERT ചില ഭാഗങ്ങളിൽ നോട്ട്സ് നമ്മൾ തരും, അല്ലാത്തത് നിങ്ങൾക്ക് വോയിസ് ക്ലാസ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റാങ്ക് ഫയൽ നമ്മൾ മൊത്തമായിട്ട് പഠിക്കും, അല്ലാതെ SCERT നമ്മൾ വോയിസ് ക്ലാസ് ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അത് ആദ്യം തന്നെ പറയാം. ഇനി നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആദ്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം ഇന്ന് തൊട്ടിട്ട് 60 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് മൊത്തം റിവിഷൻ ചെയ്യാൻ പോകണേ. പഠിക്കാൻ പോകില്ല, റിവിഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി ആ ഭാഗത്തേക്ക് നോക്കണ്ട എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കണേ. അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം പറഞ്ഞോളൂ, ഏതാണ്? ഈജിപ്താണ് അല്ലേ. ഇനി ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതാരാണ്? ഹെറോഡോട്ടസ് ആണ് അല്ലേ. ഹെറോഡോട്ടസ് ആണ്. ഹൊവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറി കുറിപ്പിൽ പരാമർശിക്കുന്ന ഈജിപ്തിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് തൂത്തൻ ഖാമനാണ്. തൂത്തൻ ഖാമൻ. ഇനി തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബഥേറിയൻ സംസ്കാരമാണ്. ബഥേറിയൻ സംസ്കാരം. ഫറോവ ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഫറോവ എന്നായിരുന്നു അല്ലേ. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ എന്നായിരുന്നു. ഫറോവ എന്ന വാക്കിന്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. ഫറോവ എന്ന വാക്കിനർത്ഥം എന്താണ്? മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ. ഇനി പിരമിഡുകളാണ് നോക്കാൻ പോകുന്നത്. ഫറോവമാരുടെ ശവകുടീരം പിരമിഡുകൾ എന്ന് പുരാതന ഈജിപ്തിൽ ഫറോവമാരുടെ ശവകുടീരം എന്താണ്? പിരമിഡുകളാണ് അല്ലേ. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന രീതിയാണ് ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരം അറിയപ്പെട്ടിരുന്നത് മമ്മി എന്ന പേരിലാണ്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ പിരമിഡുകൾ എന്നാണ് അറിയപ്പെട്ടത്. സപ്താത്ഭുതങ്ങളിൽ ഒന്നായ കുഫു രാജാവിൻ്റെ പിരമിഡ് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെതാണ്. മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ ഗിസയിലാണ്. മഹത്തായ പിരമിഡ് എവിടെയാണുള്ളത്? ഈജിപ്തിലെ ഗിസയിലാണ്. ഏറ്റവും വലിയ പിരമിഡ് എന്നറിയപ്പെടുന്നത് ഗിസയിലെ പിരമിഡാണ്. ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആരാണ്? കുഫു രാജാവാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ജനതയുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം. സൗരപഞ്ചാംഗമുണ്ട്, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, സൂര്യഘടികാരം. ജലഘടികാരവും സൂര്യഘടികാരവും സൗരപഞ്ചാംഗവും ദശാംശ സമ്പ്രദായവും അതുപോലെ തന്നെ ത്രികോണങ്ങൾ, അങ്ങനത്തെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കൽ എല്ലാം അറിയുന്ന ഒരു സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം നിർമ്മിച്ചു. നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്തുകാരാണ്. ജലപ്രവാഹത്തിൽ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിച്ചിരുന്ന ജലഘടികാരം നിർമ്മിച്ചു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് അടിത്തറ കൃഷിയാണ്. ഈജിപ്ഷ്യൻ ജനത ചെയ്തിരുന്ന മറ്റു തൊഴിലുകളാണ് നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം. സ്ഫടികപാത്ര നിർമ്മാണവും നെയ്ത്തും അവർ ചെയ്തിരുന്നതാണ്. സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കി. സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വർഷത്തെ എങ്ങനെയായിട്ടാണ് തിരിച്ചത്? 365 ദിവസങ്ങളായിട്ടാണ് കണക്കാക്കിയത് അല്ലേ. എന്നാൽ എന്ത് ചെയ്തു? 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ അവർ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. അപ്പം ബാക്കി വന്നിട്ടുള്ള 5 ദിവസങ്ങൾ എന്ത് ചെയ്തു? ആഘോഷങ്ങൾക്കായിട്ടാണ് മാറ്റിവെച്ചത്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. മനുഷ്യന്റെ ശിരസും, അവിടെ പിക്ചർ ഉണ്ട് അല്ലേ, മനുഷ്യന്റെ ശിരസും സിംഹത്തിന്റെ ഉടലുമുള്ള ഈജിപ്തിലെ ശില്പരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ഫിങ്സ് ആണ്. വിശ്വാസ രീതികൾ നോക്കാം. ഈജിപ്തുകാരുടെ പ്രധാന ദൈവം സൂര്യദേവനായ റായാണ്. ആമോൺ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്ഷ്യൻ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അബു സിംബൽ ക്ഷേത്രമാണ്. അബു സിംബൽ ക്ഷേത്രം. ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബു സിംബൽ ക്ഷേത്രമാണ്.
ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? അത് പൂച്ചയാണ്, പൂച്ച. ഇനി എഴുത്ത് വിദ്യയാണ്. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിലാണ്. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത ലിപി ഹൈറോഗ്ലിഫിക്സ് ആണ്. നൈൽ നദീ തീരത്ത് നിന്നും ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തിയ ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് റൊസെറ്റയാണ്, റൊസെറ്റ. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചത് പാപ്പിറസ് ചെടിയുടെ ഇല തടി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. വലത്തു നിന്നും ഇടത്തോട്ട് എഴുതുന്ന ഒരു രീതിയാണ് ഹൈറോഗ്ലിഫിക്സിന് ഉണ്ടായിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് ഷംപോലിയോ. 1790 to 1832 വരെയായിരുന്നു കാലഘട്ടം. ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണത്തിന് അദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശിലയാണ് റൊസെറ്റ. ഈ എഴുത്തുണ്ടായിരുന്നത്, അപ്പം ഈ ഹൈറോഗ്ലിഫിക്സ് എഴുത്തുണ്ടായിരുന്നത് നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശിലയിൽ നിന്നാണ്. ആ ശിലയുടെ പേരെന്താണ്? റൊസെറ്റ എന്നായിരുന്നു. നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈജിപ്തിലെ നെപ്പോളിയൻ നോക്കാം. പുരാതന ഈജിപ്തിലെ സാമ്രാജ്യ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മെനസ് ആണ്, മെനസ്. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ. വലിയ യോദ്ധാവ് എന്നറിയപ്പെട്ട ഈജിപ്ഷ്യൻ രാജാവാണ് തൂത്മോസ് I. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണിയാണ് ഹാത്ഷേപ്സൂത്ത്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹാത്ഷേപ്സൂത്ത് ആണ്. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്മോസ് III ആണ്. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്മോസ് III ആണ്. അഖ്നാട്ടൻ എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് അയൻഹോട്ടപ്പ് IV. അയൻഹോട്ടപ്പ് IV അഖ്നാട്ടൻ എന്നറിയപ്പെട്ടിരുന്നത്. ആറ്റൻ എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. പുരാതന ഈജിപ്തിലെ 18ാം വംശത്തിലെ രാജാവാണ് തൂത്തൻഖാമൻ. അപ്പോൾ 18ാം വംശത്തിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് തൂത്തൻഖാമനാണ്. 2021 ഈജിപ്തിൽ കണ്ടെത്തിയ 3000 വർഷം പഴക്കമുള്ള ലോസ്റ്റ് ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന മഹാനഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. അപ്പം ഇതിൽ 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നോക്കാം, ശരിക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. നൈൽ നദീ തടത്തിലാണ് വികസിച്ചത്, കറക്റ്റാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. നോക്കാം. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. സംസ്കാരത്തിന്റെ മോശ എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? അത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരം കൂടിയാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടേമിയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖാണ്. ഇനി യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. മെസൊപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളാണ് സുമേറിയൻ, കാൾഡിയൻ, അസീറിയൻ, ബാബിലോണിയൻ. മെസൊപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളാണ് ഉർ, ലഗാഷ്, നിപ്പുർ, ഉമ്മ, ഉറുക്ക്. ലോകത്തിലെ ആദ്യ നഗരമാണ് ഉർ നഗരം ഉത്ഖനനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ലിയോണാർഡ് വൂളിയാണ് ഉർ നഗരം ഖനനം ചെയ്തെടുത്തത്. ഇനി കൃഷിയും വ്യാപാരവുമാണ്. മെസൊപ്പൊട്ടേമിയയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇത് കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇടയാക്കി. നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളുമായി മെസൊപ്പൊട്ടേമിയൻ ജനങ്ങൾക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായി വന്നു.
ഇത് എഴുത്തുവിദ്യയുടെ വികാസത്തിലേക്ക് നയിച്ചു. ഇനി സുമേറിയൻ സംസ്കാരമാണ്. മെസ്സപ്പൊട്ടേമിയയിലെ ആദ്യ സംസ്കാരം എന്നറിയപ്പെടുന്നത് സുമേറിയൻ സംസ്കാരമാണ്. സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് കറുത്ത തലയുള്ളവൻ എന്നാണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവത നന്നാർ ദേവത അനുവാണ് കേട്ടോ. അപ്പൊ പ്രധാന ദൈവം എന്ന് പറയുന്നത് ഈനീനാണ്. പ്രധാന ദൈവം ഈനീൻ. സിഗുറാത്തുകൾ. ഈ മെസ്സപ്പൊട്ടേമിയയുടെ ജനതയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗുറാത്തുകൾ എന്ന പേരിലായിരുന്നു. ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശത്തെ നിർമ്മിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. നന്നാർ ദേവതയുടെ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഉർ നഗരമാണ്. പ്രാചീന മെസ്സപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിനുള്ള പ്രധാന തെളിവെന്ന് പറയുന്നത് അത് സിഗുറാത്തുകളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. ബാബിലോൺ നോക്കാം. അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ കവാടം എന്നാണ്. ദൈവത്തിന്റെ കവാടം. ഹമ്മുറാബിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1792 മുതൽ 1750 BCE വരെയാണ്. ലോകത്തിലെ ആദ്യ നിയമദാതാവാണ് ഹമ്മുറാബി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നയം കൊണ്ടുവന്നത് ഹമ്മുറാബിയാണ്. ക്യൂണിഫോം ലിപി നോക്കാം. മെസ്സപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം എന്ന പേരിലാണ്. ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയയിലാണ്. സുമേറിയ. ക്യൂണിഫോം ലിപിയുടെ ആകൃതി ആപ്പിന്റെ ആകൃതിയിലാണ് കേട്ടോ. ക്യൂണിഫോം ലിപി ആദ്യമായിട്ട് വിശദീകരിച്ച ഗവേഷകൻ ആരാണ്? അത് ഹെൻറി റാലിംഗ്സൺ ആണ്. ക്യൂണിഫോം എന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ വാക്കായ ക്യൂണസിൽ നിന്നാണ്. ലാറ്റിൻ വാക്കാണ് കേട്ടോ. ഇനി ക്യൂണിഫോം ലിപി എഴുതിയിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടുള്ള ഫലകത്തിലാണ്. കൂർത്തമുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരം കളിമൺ ഫലകങ്ങളുടെ വൻശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട്. ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് മെസ്സപ്പൊട്ടേമിയൻ്റെതാണ്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. അപ്പം ഇതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റുള്ളത് കേട്ടോ. അപ്പം നോക്കാം നമുക്ക്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നതായിരുന്നു. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. പ്രധാന നഗരം ഏതാണ്? പ്രധാന പട്ടണം ഉറാണ്. ഇനി ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഇനി അടുത്തത്, ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും വിഭജിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അത്രയും ഇതുണ്ട് അല്ലേ. അപ്പം 12 മാസങ്ങളായിട്ടും 4 ആഴ്ചകളിൽ 4 ആഴ്ചയായിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു രീതിയിൽ തന്നെയായിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ട് കണക്കാക്കിയിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കോശമാണ്, ജീവശാസ്ത്രത്തിലെ കോശമാണ് നോക്കാൻ പോകുന്നത്. കോശത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പോകും. അപ്പോൾ കോശങ്ങളുടെ ഘടന നോക്കാം നമുക്ക്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് അല്ലേ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? അത് ലാമാർക്കാണ്. ജീവശാസ്ത്രത്തെ 2ആയി തരംതിരിക്കുന്നു: ജന്തുശാസ്ത്രം, സസ്യശാസ്ത്രം. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണെങ്കിൽ തിയോഫ്രാസ്റ്റസ് ആണ്. കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശമാണ്. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഹാബ്രിക ആൻഡ്രിയാസ് വെസാലിയസ്. ഇനി സസ്യകോശമാണ്. കോശഭിത്തി, ഹരിതകണം എന്നീ ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പം ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു. എന്താണ് ഏതൊക്കെ സസ്യകോശത്തിലെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയ, കോശഭിത്തി, മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം. ഇത്രയുമാണ്. ഇതിൽ കൂടുതലായിട്ട് ജന്തുശരീരത്തിൽ നിന്നും കൂടുതലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത്
കോശഭിത്തിയും ഹരിത കണവും മാത്രമാണ് കേട്ടോ. ഇനി അടുത്തത് ജന്തുകോശത്തിലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അതിൽ നോക്കാം, സെൻട്രോസോമും ലൈസോസോമും എന്നീ ഭാഗങ്ങളിൽ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. മറ്റ് ഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളുമായി ജന്തുകോശങ്ങളിലും പൊതുവായിട്ട് കാണപ്പെടുന്നതാണ്. അടുത്തതായിട്ട് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ജേക്കബ് ഷ്ലീഡൻ ആണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ചു. സൈറ്റോളജിയുടെ പിതാവാണ്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചു. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചു. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയാണ്. ഇനി കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറസുകളാണ്. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ. ബാക്ടീരിയ, പാരമീസിയം, യുക്ലീന, അമീബ. ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങൾ ഉള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. സസ്യങ്ങൾ, ജന്തുക്കൾ. കോശത്തിന്റെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഇനി കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തി റോബർട്ട് ബ്രൗൺ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG ഷ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോ ആണ് 1858. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് എന്നാണ്. MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, തിയോഡർ ഷ്വാൻ കോശത്തിന്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. ശരിയാണോ? അല്ല അല്ലെ. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് കറക്റ്റ് ആണോ? അല്ല. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തി. അതാണോ? ശരിയാണോ? അല്ല. അപ്പോൾ MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് കറക്റ്റ് ആണ്. ഇനി പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് കഴിവുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്? അത് 200 ആണ് അല്ലെ. കോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് കോശഭിത്തി, കോശസ്തരം, പ്ലാസ്മ സ്തരം, കോശദ്രവ്യം, കോശമർമ്മം, മൈറ്റോകോൺഡ്രിയോൺ, ഫേനം. അപ്പോൾ സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശസ്തരത്തെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശഭിത്തിയാണ്. അപ്പം മീസോസോം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മീസോസോം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ജസ്റ്റ് പഠിക്കാം. സെല്ല് ശ്വസനം റെസ്പിറേഷന് സഹായിക്കുന്നു. മീസോസോമാണ് റെസ്പിറേഷന് സഹായിക്കുന്നത്. പ്ലാസ്മ സ്തരത്തിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്മ സ്തരം എന്താണ്? കോശസ്തരമാണ് അല്ലേ. കോശസ്തരത്തിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മീസോസോമാണ്. കോശഭിത്തിയുടെ രൂപീകരണം ആരാണ് നടത്തുന്നത്? അത് മീസോസോമാണ്. DNA റെപ്ലിക്കേഷന് സഹായിക്കുന്നു. DNA റെപ്ലിക്കേഷന് കൂടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഇനി ആൽഗകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളാണ് സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനാൻസ്, കാൽസ്യം കാർബണേറ്റ്. ഇപ്പോൾ ആൽഗകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനാൻസ്, കാൽസ്യം കാർബണേറ്റ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ്. സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇനി കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യവും മഗ്നീഷ്യവുമാണ് കോശഭിത്തിയിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ഒരു പാളിയാണ് മിഡിൽ ലാമെല്ല. ഇത് പ്രധാനമായും കാൽസ്യം പെക്ടേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലാമെല്ലയ്ക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നത് പ്ലാസ്മോഡെസ്മേറ്റയാണ്. കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? കോശസ്തരമാണ്. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരമാണ്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. കോശസ്തരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് സിംഗറും നിക്കോൾസണുമാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നാണ്. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യമാണ്. ഇനി മൈക്രോസ്കോപ്പിലെ കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്
പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ ക്രമീകരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ടൻസർ ലെൻസ് ആണ് കേട്ടോ. കണ്ടൻസർ ലെൻസ് ആണ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ ക്രമീകരിക്കുന്നത്. ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നു. ഡയഫ്രം എന്താ ചെയ്യുന്നത്? പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നു. കണ്ടൻസർ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ ക്രമീകരിക്കുന്നു. ശരീര നിർമ്മാണത്തിന് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസമാണ്. ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് TH ഹക്സ്ലിയാണ്. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് JE പാർക്കിൻജി ആണ്. ജീവസ്തരങ്ങൾ നോക്കാം. കോശത്തിന്റെ മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കുമുള്ള സ്തരാവരണമാണ്. കോശങ്ങൾ തമ്മിലും കോശങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നു. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ കോശസ്തരങ്ങൾ അറിയപ്പെടുന്നത് വർണ്ണകാര്യ സ്തരങ്ങൾ. ജീവദ്രവ്യത്തിന്റെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം. റൈബോസം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. മർമ്മത്തിലെ പ്രധാന ദ്രാവക ഭാഗം എന്ന് പറയുന്നത് മർമ്മദ്രവ്യമാണ്. മർമ്മദ്രവ്യത്തിലെ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രൊമാറ്റിൻ ജാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ്. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറുന്നത് കോശവിഭജന സമയത്താണ്. ക്രോമാറ്റിനിൽ DNA-യും ബേസിക് പ്രോട്ടീനുകളായ ഹിസ്റ്റോണുകളും ഹിസ്റ്റോണുകളില്ലാത്ത പ്രോട്ടീനുകളും DNA-യും അടങ്ങിയിരിക്കുന്നു. മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകൾ മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നു. ഓരോ ക്രോമസോമിന്റെയും പ്രാഥമിക ഇടുക്ക് എന്ന് പറയുന്നത് സെൻട്രോമിയർ ആണ്. സെൻട്രോമിയറിന്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന ഡിസ്ക് പോലുള്ള ഭാഗങ്ങളാണ് കൈനറ്റോകോറുകൾ. ചില ക്രോമസോമുകളിൽ കാണപ്പെടുന്ന നിറം പിടിക്കാത്ത സ്ഥിരസ്ഥാനമുള്ള ദ്വിതീയ ഇടുക്കുകളാണ് സാറ്റലൈറ്റ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി സ്കൂട്ടോയിഡ് എന്നാണ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രൊകാരിയോട്ടിക് കോശങ്ങൾ. ബാക്ടീരിയകൾ, ഹരിത ആൽഗകൾ, മൈക്കോപ്ലാസ്മകൾ, പ്ലൂറോന്യൂമോണിയ പോലുള്ള ജീവികളാണ്. ഇനി സ്ഥലത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യുക്കാരിയോട്ടിക് കോശങ്ങൾ. സസ്യകോശങ്ങൾ, ജന്തുകോശങ്ങൾ, പ്രോട്ടിസ്റ്റുകൾ. ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഉള്ള കോശങ്ങളാണ് കൊയാനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങൾ. അസ്ഥികളിലെ ഓസ്റ്റിയോപോസ്റ്റ് കോശങ്ങൾ. ശരീരത്തിലെ സുസ്ഥിതിക ആധാരം കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ്. കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും. DNA-യുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം, RNA-യുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണം. കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. മൈറ്റോകോൺട്രിയ നോക്കാം. ഓക്സിജനെയും പോഷകഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ഏതൊരു ജീവിത പ്രക്രിയക്കുമുള്ള ഊർജ്ജം ലഭിക്കുന്നത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൽ നിന്നാണ്. ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗം ഏതാണ്? ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗമാണ്. സ്വയം വിഭജിക്കാൻ കഴിയുന്ന കോശാംഗം കൂടിയിട്ടാണ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം മാട്രിക്സ് ആണ്. മൈറ്റോകോൺട്രിയയിലെ ആന്തരസ്തരത്തിലുള്ള മാട്രിക്സിൽ നിന്നും നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റെ. ക്രിസ്റ്റയുടെ ധർമ്മം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയുടെ കോശസ്തരത്തിൽ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡെയാണ്. അന്തർദ്രവ്യ ജാലിക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശദ്രവ്യത്തിൽ ജാലിക രൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ പൊള്ളുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ക്ലൗഡ് ഫുല്ലമാണ് 1952. റൈബോസോം നോക്കാം. പ്രൊകാരിയോട്ടിക് കോശങ്ങളിലും യുക്കാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവരണം ഇല്ലാത്ത കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് റൈബോസോമാണ്. അപ്പോൾ റൈബോസോമിന് എന്തില്ല? സ്ഥര ആവരണം ഇല്ല അല്ലെ. സ്ഥരാവരണം ഇല്ലാത്ത കോശാംഗമാണ് റൈബോസോം. കോശങ്ങളിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. റൈബോസോമുകൾ കാണപ്പെടുന്നത് കോശദ്രവ്യം, അന്തർദ്രവ്യ ജാലിക, ഹരിതകണം, സസ്യങ്ങളിൽ മൈറ്റോകോൺട്രിയ എന്നിവയിലാണ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പാലേഡ് ആണ്. അടുത്തത് ഗോൾജി കോംപ്ലക്സ് ആണ്.
രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയവ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗമാണ്. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാമിലോ ഗോൾജിയാണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഈ ഗോൾജി കോംപ്ലക്സ് എന്നറിയപ്പെടുന്നത്. ഇനി ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കപ്പെടുന്ന കോശാംഗമാണ്. മൃഗകോശങ്ങളിൽ ഫേനം സസ്യകോശത്തെ അപേക്ഷിച്ച് ചെറുതാണ്. അമീബകളിൽ വിസർജനത്തിന് സഹായിക്കുന്നത് സങ്കോച ഫേനമാണ്. പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകൾ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണ ഫേനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അമീബകളിൽ വിസർജനത്തിന് സഹായിക്കുന്നത് എന്താണ്? സങ്കോച ഫേനമാണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ഗോൾജി വസ്തുക്കൾ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. ലൈസോസോമുകൾ സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി. ലൈസോസോം കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡി ഡ്യൂവാണ്. കോശത്തിലെ ട്രാഫിക് പോലീസ്. കോശ മസ്തിഷ്കം ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യ ചാലിക. ആത്മഹത്യ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമോളിഷൻ സ്ക്വാഡ്, ലൈസോസോം. കോശത്തിലെ എനർജി കറൻസി ATP ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകളാണ് പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം ആണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ, പ്ലാസ്റ്റിഡുകൾ. ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. ഹരിതകണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹരിതകവും കരോട്ടിനോയിഡും. ഇത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൗരോർജ്ജത്തെ വലിച്ചെടുക്കുന്നു. ഹരിതകണം ഇരട്ട സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആന്തരസ്ഥലത്തിനകത്തുള്ള സ്ഥലമാണ് സ്ട്രോമ. ഇതിൽ ധാരാളം പരന്ന സ്ഥലസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയാണ് തൈലക്കോയിഡുകൾ. തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നാണയങ്ങൾ അടുക്കിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഈ അടുക്കാണ് ഗ്രാനം അഥവാ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ്. തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്ഥല നളികയാണ് സ്ട്രോമാലാമല്ല. ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണങ്ങളെ നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിവുള്ളത് ഹരിതകം Aയ്ക്ക് മാത്രമാണ്. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം Aയിലേക്ക് ഊർജ്ജം കൈമാറുന്നു. അതിനാൽ അവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു. നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണം. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. കപ്പ, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ. വർണ്ണകണത്തിൽ കാണപ്പെടുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വർണ്ണവസ്തുക്കളായ കരോട്ടിനോയിഡുകളാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ നിറം നൽകുന്ന വർണ്ണകണങ്ങളാണ്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളായ സാന്തോഫിൽ മഞ്ഞ നിറം, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം എന്നിവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. അടുത്തത് കോശ വിഭജനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ പറയുന്നത് കോശചക്രം എന്നാണ്. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശം പുത്രികാ കോശമാണ്. പ്രൊകാരിയോട്ടുകളിലെ കോശവിഭജനം ദ്വിവിഭജനമാണ്. യുകാരിയോട്ടുകളിലെ കോശവിഭജനം ക്രമഭംഗവും ഊനഭംഗവും. ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗമാണ് മൈറ്റോസിസ്. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം ഊനഭംഗമാണ് മിയോസിസ്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം 4 ആണ്. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം 2 ആണ്. എത്ര തലമുറ കഴിഞ്ഞാലും ക്രോമസോം സംഖ്യ സ്ഥിരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഊനഭംഗം കാരണമാണ് കേട്ടോ. ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് ഫ്ലെമിംഗ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ക്ലാസ് എടുത്തപ്പം അതിന് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ റിവിഷൻ അല്ലാത്ത ആളുകൾ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സസ്യകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് സ്ട്രോസ്ബർഗർ ആണ്. യുക്കാരിയോട്ടുകളിൽ മാതൃകോശം വിഭജിച്ച് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് ക്രമഭംഗം. കോശവിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഘട്ടമാണ് ഇന്റർഫേസിനെ തുടർന്ന് ആരംഭിക്കുന്ന ഘട്ടമാണ് കോശവിഭജന ഘട്ടം. കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ന്യൂക്ലിയസിന്റെ വിഭജനം, കോശദ്രവ്യ വിഭജനം. ന്യൂക്ലിയസ് വിഭജനത്തിലെ 4 ഘട്ടങ്ങളാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനോഫേസ്, ടീലോഫേസ്. ആദ്യമായിട്ട് പ്രോഫേസ് നോക്കാം. ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോഫേസ് ആണ്. പ്രോഫേസിലാണ് ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകിയിട്ട് ക്രോമസോമുകളാകുന്ന ഘട്ടം. ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു. ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. മർമ്മവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു. കീലതന്തുക്കൾ രൂപപ്പെടുന്നു.
പ്രോഫേസിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടമാണ്. ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു, മർമ്മവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു, കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ഇനി മെറ്റാഫേസ് ആണ്. ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. അനോഫേസ് ആണെങ്കിലോ ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമാറ്റിഡുകളിൽ പുതിയ പുത്രിക ക്രോമസോമുകളായി ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടമാണ്. ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞിട്ട് ഓരോ ക്രൊമാറ്റിഡുകളുള്ള പുത്രിക ക്രോമസോമുകളായിട്ട് ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടം. ടീലോഫേസ് ആണെങ്കിൽ ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടമാണ്. അപ്പോൾ ടീലോഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടം. പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടമാണ്. ഓരോ പുത്രികാ ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നില്ല. ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാക്കുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിന്റെ എണ്ണം 2ആണ്. ന്യൂക്ലിയസ് വിഭജനത്തിന് ശേഷം നടക്കുന്ന കോശവിഭജനമാണ് കോശദ്രവ്യ വിഭജനം. ക്രമഭംഗത്തിന്റെ പ്രത്യേകത എത്ര തവണ കോശവിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല. ക്രമഭംഗത്തിന്റെ പ്രാധാന്യം കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വളർച്ചയ്ക്ക്. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞുമാറൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനാഫേസ് ആണ്. പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് കേട്ടോ. രൂപം കൊള്ളുന്നതാണ് അനാഫേസ്. കോശസന്തുലനം. കോശത്തിലെ പദാർത്ഥ സംവഹനത്തിന് സഹായകമായ പ്രക്രിയകൾ. അപ്പം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളായിരുന്ന ഭാഗമാണ്. അനാഫേസ് എന്ന് പറഞ്ഞാൽ ടീലോഫേസിലല്ലേ രൂപം കൊള്ളുന്നത് കേട്ടോ. അപ്പം അതിൽ അനാഫേസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നോക്കുക. ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞിട്ട് ഓരോ ക്രൊമാറ്റിഡുകളിലുള്ള പുത്രിക ക്രോമസോമുകളായിട്ട് ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടം. അപ്പം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങുന്നത് അല്ലേ. അപ്പം അത് കറക്റ്റ് അല്ല. അപ്പം അനാഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് എന്ന് ഓർത്തു വെക്കുക. ടീലോഫേസ് ആണെങ്കിൽ എന്താണ്? ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടമാണ്. ക്രൊമാറ്റിൻ ജാലികയായിട്ടാണ് മാറുന്നത്. ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത് അനാഫേസിലാണെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്നത് ടീലോഫേസിലാണെന്ന് ഓർത്തു വെക്കുക. അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കാം. അനാഫേസ് എന്ന് പറഞ്ഞാൽ ക്രോമസോമുകൾ രൂപം കൊള്ളുന്നു, എന്നാൽ ടീലോഫേസ് ആണെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടം. പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാലും അത് ടീലോഫേസ് അവസാന ഘട്ടമാണ്. അപ്പം ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടമാണ്. പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ഘട്ടമാണ്. ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുകൂടിയാണ് ടീലോഫേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അനാഫേസും ടീലോഫേസും ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. നിങ്ങൾ 2-3 പേര് അത് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതിന് ഒരു ആൻസർ തന്നത്. ഇനി കോശസന്തുലനം. കോശത്തിൻ്റെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുധ്രുവങ്ങളിലും ഗാഢത തുല്യമാകുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ ഡിഫ്യൂഷൻ ആണല്ലോ പഠിക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുധ്രുവത്വം ഗാഢത തുല്യമാകുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന, സ്വയമായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിൻ്റെയും സഹായം കൂടാതെ സ്വയം വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുടെ സഹായമില്ലാതെ ഒരു പദാർത്ഥം ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയോ ലായനിയിലൂടെയോ നീങ്ങുന്ന പ്രക്രിയയാണ്. അപ്പം ഒരു പദാർത്ഥം എന്തിലൂടെയാണ്? അവിടെ ഒരു ഡിഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുമില്ല അല്ലേ. അവിടെ ഒരു എന്താണ് പദാർത്ഥമോ അല്ലെങ്കിൽ അർദ്ധധാര്യ സ്ഥലമോ അല്ലെങ്കിൽ ലായനിയോ ഒന്നുമില്ല. അപ്പം സ്വന്തമായിട്ട് ഡിഫ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുടെ സഹായം ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ സഹായം ഒന്നും കൂടുന്നില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയോ ലായനികളിലൂടെ നീങ്ങുന്ന പ്രക്രിയയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ചെറുകുടലിൻ്റെ വില്ലസിൽ
വില്ലസിലുള്ള ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അർദ്ധധാര്യസ്തരം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കുന്നു. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പകരുന്നതും ഡിഫ്യൂഷൻ വഴിയാണ്. ചില തന്മാത്രകൾ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ്. അപ്പോൾ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താൽ നടക്കുന്ന ഡിഫ്യൂഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. എന്നാൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൻ്റെയും സഹായം കൂടാതെയാണ് അല്ലേ, ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുടെ സഹായം ഇല്ലാതെ തന്നെ അർദ്ധധാര്യ സ്ഥലത്തിലൂടെയോ ലായനിയുടെയോ നീങ്ങുന്ന പ്രക്രിയയാണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തുനിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? തുല്യമായിട്ട് ഗാഢത തുല്യമാകുന്നത് വരെ, ഇരുവശത്തും ഗാഢത തുല്യമാകുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ്. അതിലെന്തില്ല? ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുടെ സഹായവും ഇല്ല. അതിന് അർദ്ധധാര്യ എന്താണ്, ഒരിടയിൽ ഒരു സംഭവവും ഇല്ല. അപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെയാണ് എന്ന് ഓർത്തു വെക്കുക. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണം എന്ന് പറയുന്നത് രക്തലോമികളുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയിലൂടെയും അമിനോ ആസിഡുകളുടെയും ആഗിരണമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണങ്ങളാണ് രക്തലോമികകളിലേക്കുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയുടെയും അമിനോ ആസിഡുകളുടെയും ആഗിരണം. എന്നാൽ നമ്മളുടെ സിമ്പിൾ ഡിഫ്യൂഷൻ ഉദാഹരണം എന്താണ്? അത് ചെറുകുടലിൻ്റെ വില്ലസിലുള്ള ലാക്റ്റിയലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഗാഢത തുല്യമാകുന്നത് വരെ ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്മോസിസ് ആണ്. വൃദ്ധിവ്യാപനമാണ്. അത് ഓർത്തു വെക്കണം, മലയാളം പഠിച്ചു വെക്കുക. വൃദ്ധിവ്യാപനമാണ് ഓസ്മോസിസ് എന്നാണ്. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത്, ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ്? ജലതന്മാത്രകളാണ്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. ജലതന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃദ്ധിവ്യാപനം എന്ന് പറയുന്നത്. ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പം ഓസ്മോസിസ് പഠിച്ചു. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിൻ്റെ ആഗിരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വൃദ്ധിവ്യാപനമാണ്, ഓസ്മോസിസ് ആണ്. ജലം ഒരു കോശത്തിലേക്ക് വൃദ്ധിവ്യാപനം മൂലം പ്രവേശിക്കുമ്പോൾ കോശഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഏതാണ്? അത് സ്ഫീതമർദ്ദമാണ് കേട്ടോ, സ്ഫീതമർദ്ദമാണ്. ഇനി ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും എങ്ങനെയാണ്? ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ്. പദാർത്ഥ വിനിമയത്തിന് ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയകളാണ് ഓസ്മോസിസും ഡിഫ്യൂഷനും. പദാർത്ഥ വിനിമയത്തിന് ഊർജ്ജം ആവശ്യമില്ല ഈ ഓസ്മോസിസിനാണെങ്കിലും ഡിഫ്യൂഷനാണെങ്കിലും. എന്നാൽ ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ഉപയോഗിച്ചിട്ട് തന്മാത്രകളെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണം? ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ അത് മാത്രമാണ് എന്തുള്ളത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടായിട്ട് എന്താ പറയുക, ഊർജ്ജം ആവശ്യമുള്ളത്. അപ്പോൾ ഓസ്മോസിസും പിന്നെ ഡിഫ്യൂഷനും ചോദിച്ചാൽ അതിന് രണ്ടിലും ഊർജ്ജം ആവശ്യമില്ല. അത് സ്വയമേവ ചെയ്യുന്ന ഒരു പ്രക്രിയകളാണ് കേട്ടോ. പദാർത്ഥ വിനിമയത്തിന് ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയകളാണ് ഈ ഓസ്മോസിസും ഡിഫ്യൂഷനും എന്ന് പറയുന്നത്. എന്നാൽ ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ഉപയോഗിച്ചിട്ട് തന്മാത്രകളെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇതിലെന്തില്ല? ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് അവർ ഊർജ്ജം ഉപയോഗിച്ചിട്ട് തന്മാത്ര ആഗിരണം ചെയ്യുന്ന പ്രക്രിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ആഗിരണമാണ് ഇതിൽ പറയുന്നത്. ഇനി ശരീരത്തിൽ നിന്നും ജലം നീരാവിയായി പുറത്തു പോകുന്ന പ്രക്രിയ സസ്യസ്വേദനമാണ്. സസ്യങ്ങളിൽ വളരെ ഉയരത്തിലേക്ക് ജലം എത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണ് സസ്യസ്വേദന വലിവ്. സസ്യസ്വേദനത്തെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളാണ് ആൻറ്റി ട്രാൻസ്പിറൻസ്, പ്രതിസ്വേദനങ്ങൾ. സസ്യസ്വേദനത്തെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളാണ് പ്രതിസ്വേദനങ്ങൾ, ആൻറ്റി ട്രാൻസ്പിറൻസ്. ആൻറ്റി ട്രാൻസ്പിറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ്. ആൻറ്റി ട്രാൻസ്പിറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് അബ്സസിക് ആസിഡ് ആണ്. സസ്യങ്ങളുടെ സംവഹന കലകളിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ ചലനമാണ് ട്രാൻസ്ലോക്കേഷൻ. സസ്യങ്ങളുടെ സംവഹന കലകളിലൂടെയുള്ള പദാർത്ഥ ചലനമാണ് ട്രാൻസ്ലോക്കേഷൻ. ഇനി കോശ ശ്വസനമാണ് പഠിക്കാൻ പോകുന്നത്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശത്തിലെ അഭികാരകങ്ങൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ. കോശശ്വസനത്തിലെ ഉൽപ്പന്നങ്ങളാണ് ജലം, CO2, ATP. കോശശ്വസനത്തിലെ 2 ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. ഏതൊക്കെയാണ്? കോശശ്വസനത്തിലെ 2 ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. ഇനി കോശശ്വസനത്തിലെ
കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? പൈറൂവിക് ആസിഡാക്കിയിട്ട് മാറ്റുന്നു. ഇനി ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഗ്ലൈക്കോളിസിസിലൂടെയുള്ള ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2 ആണ്. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പൈറൂവിക് ആസിഡിന്റെ വിവിധ തരം കോശങ്ങൾ 3 വ്യത്യസ്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും വായുശ്വസനവും. അപ്പോൾ ഓക്സിജൻ അഭാവത്തിലുള്ള ശ്വസനമാണ് അവായു ശ്വസനം. അവായു ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കി ലാക്റ്റിക് ആസിഡോ ആൽക്കഹോളോ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫെർമെന്റേഷൻ. അവായു ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കിയിട്ട് ലാക്റ്റിക് ആസിഡോ ആൽക്കഹോളോ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫെർമെന്റേഷൻ ആണ്. കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമായ 2ാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. ആദ്യഘട്ടം ഗ്ലൈക്കോളിസിസ് ആണ്. കോശശ്വസനത്തിലെ 2ാം ഘട്ടം ക്രെബ്സ് പരിവൃത്തിയാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രെബ്സ് പരിവൃത്തി. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്ന പ്രക്രിയ ക്രെബ്സ് പരിവൃത്തിയാണ്. ക്രെബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ് നടക്കുന്നത്. ക്രെബ്സ് പരിവൃത്തി എവിടെയാണ് നടക്കുന്നത്? മാട്രിക്സിലാണ് നടക്കുന്നത്. ഹാൻസ് ക്രെബ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ചാക്രിക പാത വെളിപ്പെടുത്തിയത്. അതിനാൽ ക്രെബ്സ് പരിവൃത്തി എന്ന് അറിയപ്പെടുന്നു. ക്രെബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28 ആണ്. എന്നാൽ ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയായിരുന്നു? 2 ആണ്. ക്രെബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28 ആണ്. കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അത് 30 ആണ് അല്ലേ. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ്? അസറ്റാബുലേറിയാണ്. അസറ്റാബുലേറിയാണ് ഏറ്റവും വലിയ ഏകകോശ ജീവി. ഏറ്റവും ചെറിയ ജീവനുള്ള കോശം മൈക്രോപ്ലാസ്മയാണ്. മൈക്കോപ്ലാസ്മ PPLO എന്ന് പറയുന്ന മൈക്രോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ ജീവനുള്ള കോശം. ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപക്ഷിയുടെ മുട്ട. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം അരുണ രക്താണുക്കളാണ്. 120 ദിവസമാണ്. ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 3 തരത്തിൽ കോശങ്ങളിൽ നിന്നും തിരിച്ച് ശ്വാസകോശത്തിൽ എത്തുന്നു. 7% CO2 പ്ലാസ്മയിലെ ജലത്തിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. 70% അരുണ രക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ ശ്വാസകോശത്തിലെത്തുന്നു. ഇനി അടുത്തത് SCRT പൂളാണ്. അപ്പം നോക്കാം. ടോണോപ്ലാസ്റ്റ് ഒരു സവിശേഷ സ്ഥലമാണ്. ഇത് കാണപ്പെടുന്നത് കോശാംഗം ഏത് എന്നാണ്? അത് ഫേനമാണ് കേട്ടോ. ഫേനമാണ്. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ലൈസോസോം. ഇത് ജന്തുകോശങ്ങളിൽ ഏതു വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നു? കോശത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. ഇനി കപ്പ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണം ഏതാണെന്നാണ്? അത് ശ്വേതകണമാണ്. ശ്വാസസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശം ഏത് എന്നുമാണ്. അപ്പോൾ ഗോൾജി കോംപ്ലക്സ് ആണ് കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം. ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ്. അപ്പോൾ കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി അടുത്തത് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതെല്ലാം അവയവങ്ങളിലെ കോശങ്ങളിലാണ്? എന്തുകൊണ്ട്? കരൾ, തലച്ചോറ്, പേശികൾ ഇവ അവയവങ്ങൾക്കാണ് ഊർജ്ജ ആവശ്യം കൂടുതലായതുകൊണ്ടാണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. സാന്തോഫിൽ, ശ്വേതകണം, ആന്തോസയാനിൻ, കരോട്ടിൻ. അതിൽ ശ്വേതകണമാണ്. മറ്റുള്ളവ വർണ്ണകങ്ങളിലെ വർണ്ണകങ്ങളാണ്. ഇനി തന്നിരിക്കുന്നവയെ മാതൃകയിലേതുപോലെ ഉചിതമായ ജോഡി ചേർക്കുക. മാതൃക ക്രൊമാറ്റിൻ ജാലിക ജീനുകൾ ഉൾക്കൊള്ളുന്നു. മർമ്മരന്ധ്രം, ക്രൊമാറ്റിൻ ജാലിക, മർമ്മസ്തരം, മർമ്മകം, പദാർത്ഥ സംവഹനം, റൈബോസോമ നിർമ്മാണം മർമ്മത്തെ ആവരണം ചെയ്യുന്നു. അപ്പോൾ മർമ്മരന്ധ്രം പദാർത്ഥ സംവഹനമാണ്. അതുപോലെ മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്യുന്നു. മർമ്മകമാണെങ്കിൽ റൈബോസോം നിർമ്മാണമാണ് അല്ലേ. അപ്പം ഇത്രയുമാണ് നമ്മൾ കോശം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് ആർട്ടിക്കിളാണ് കേട്ടോ. ഇംഗ്ലീഷിലെ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കുന്നത്. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ അല്ലേ. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആനും ദായുമാണ്. ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് നൗൺസിന് മുമ്പിലാണ്. ഐ വാണ്ട് ടു വിസിറ്റ് ദ പേഷ്യൻറ്റ്. ഡേ മീൻസ് എ പർട്ടിക്കുലർ പേഷ്യൻ്റ് ആണ് അല്ലേ. ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെയാണ്. ഇനി അതിൽ എന്താണ്? ദ പേഷ്യൻ്റ് എന്ന് വന്നിട്ടുണ്ട്. അത് പർട്ടിക്കുലർ ആയതുകൊണ്ടാണ് ദ കൊടുത്തിട്ടുള്ളത്.
അപ്പം ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നത് എയും ആനുമാണ്. എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദായാണ്. ഇനി യൂസസ് ഓഫ് എ ഓർ ആൻ ആണ് നോക്കാൻ പോകുന്നത്. എ ഓർ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുമ്പിലായിട്ടാണ് നമ്മൾ എയും ആനും ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ബുക്ക്, എ ഗേൾ, ആൻ ഇങ്ക് സ്റ്റാൻഡ് എക്സെട്ര. ഇനി കൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. കൺസണന്റ് അക്ഷരങ്ങളല്ല, സൗണ്ട് ആണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. കൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എ ഉപയോഗിക്കുന്നു. എ ബോയ്, എ ഹോഴ്സ് എക്സെട്ര. ഇനി വൊവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ ഉപയോഗിക്കുന്നു. വൊവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻ ഉപയോഗിക്കുന്നു. ആൻ എനിമി, ആൻ ഓറഞ്ച് എക്സെട്ര. എച്ച് സൈലന്റ് ആയി വരുന്നിടത്തും ആൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ആൻ അവർ, ആൻ ഓണസ്റ്റ്, ആൻ ഓണറബിൾ മാൻ, ആൻ എയർ. ചില വാക്കുകൾ ആരംഭിക്കുന്നത് വവൽ ലെറ്ററിലാണെങ്കിലും അവയിൽ പ്രൊണൗൺസിയേഷൻ കൺസണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്നതിന് എ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. എ യൂറോപ്യൻ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ, എ വൺ റുപ്പി നോട്ട്, എ യൂണിയൻ, എ യൂണിക്കോൺ, എ യൂസ്ഫുൾ യൂണിക്, എ യൂണിക്ക്, എ യൂണിഫോം, എ യൂട്ടോപ്യൻ, എ യുണാണിമസ്. ഇത്രയുമാണ്. ഇനി സ്വരാക്ഷര ശബ്ദത്തിൽ തുടങ്ങുന്ന അബ്രീവിയേഷന് മുമ്പിലും ആൻ ഉപയോഗിക്കുന്നു. ആൻ MBA സ്റ്റുഡൻറ്റ്, ആൻ MP, ആൻ MA സ്റ്റുഡൻറ്റ്, ആൻ LD ക്ലർക്ക്, ആൻ LIC ഏജൻറ്റ്, ആൻ FBI ഏജൻറ്റ്, ആൻ എക്സ്റേ, ആൻ FIR. ഇനി എ ഓർ ആൻ ഈസ് യൂസ്ഡ് വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. അപ്പം നമ്മൾ എ ഓർ ആൻ ഈസ് യൂസ്ഡ് വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. അപ്പം ഒരു വെർബ് നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? എയോ ആനോ ഉപയോഗിക്കും. അപ്പോൾ ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. ഇനി ദ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ദ ഉപയോഗിക്കുന്നു. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിന്റ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിന്റ്. അപ്പോൾ നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുവാൻ ദ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ബുക്ക് എനിക്കറിയാം, അല്ലെ, അറിയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ദ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ വേൾഡ്, ദ ഗ്ലോബ്, ദ യൂണിവേഴ്സ്, ദ സ്കൈ, ദ പോൾസ്, ദ ഇക്വേറ്റർ, ദ ഹോറിസോൺ എക്സെട്ര. നോട്ട്. എന്നാൽ ഹെവന്, ഹെല്ല്, നാച്ചർ, ഗോഡ്, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്ക് മുമ്പിൽ ദ ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും ദിനപത്രങ്ങൾക്കും മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. ദ ഖുറാൻ, ദ ഗീത, ദ എൻസൈക്ലോപീഡിയ, ദ ഹിന്ദു, ദ വിജയരേഖ എക്സെട്ര. എന്നാൽ ഗ്രന്ഥകർത്താവിനോട് കൂടിയിട്ടുള്ള പേരുകളാണെങ്കിൽ, പുസ്തകങ്ങളാണെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയർ, ടെമ്പസ്റ്റ്, ഹോമേഴ്സ്, ഇലിയഡ് ഒക്കെ നമ്മൾ ഗ്രന്ഥകർത്താവിനോട് കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമില്ല. ഇനി റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രൈറ്റ്സ്, ഗൾഫ്സ് എന്നിവയ്ക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. എന്നാൽ ദ നൈൽ, ദ സൂയസ് കനാൽ, ദ അറേബ്യൻ സീ, ദ പസഫിക് ഓഷ്യൻ, ദ പാക് സ്ട്രൈറ്റ്, ദ പേർഷ്യൻ ഗൾഫ്. അപ്പം റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രൈറ്റ്സ്, ഗൾഫ്സ് ഇതിനൊക്കെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കണം. മൗണ്ടെയിൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് എന്നിവയ്ക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ആൽപ്സ്, ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എക്സെട്ര. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട് ഇതിനൊക്കെ. എന്നാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഐലാൻഡ്, അതുപോലെ തന്നെ മൗണ്ടെയിൻ ആണ്, മൗണ്ടെയിൻ പീക്ക് ഓർ ഹില്ല് എന്നിവയ്ക്ക് മുമ്പിൽ ദാ ചേർക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം ശ്രീലങ്കക്ക് മുമ്പിൽ നമുക്ക് ദാ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എവറസ്റ്റ് ഒന്നാണല്ലോ, സിംഗിളാണ്. അപ്പം എവറസ്റ്റിന് മുമ്പിലും കൊടുക്കണ്ട. ആനമുടി ആണെങ്കിലും ഒന്നാണ്, അതിന് മുമ്പിലും ദാ ചേർക്കണ്ട. അപ്പോൾ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദാ വേണം, ഗ്രൂപ്പല്ല എങ്കിൽ വേണ്ട. അത്രയും ഓർത്താൽ മതി. ഇനി ദ്വീപസമൂഹത്തിന്റെ മുമ്പിൽ ദാ ചേർക്കണം, എന്നാൽ ദ്വീപിന്റെ മുമ്പിൽ ദാ ചേർക്കരുത്. പർവ്വതനിരയുടെ മുമ്പിൽ ദാ ചേർക്കണം, എന്നാൽ പർവ്വതത്തിന്റെ മുമ്പിൽ ദാ ചേർക്കരുത്. അപ്പം ഐ വിൽ ക്ലൈം എവറസ്റ്റ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ദ എവറസ്റ്റ് എന്ന് പാടില്ല. എവറസ്റ്റിന് മുമ്പിൽ പാടില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. ദ വയലിൻ, ദ സാക്സോഫോൺ. അപ്പം ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. അപ്പം അവിടെ ദാ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ബെസ്റ്റ്, ദ മോസ്റ്റ് അങ്ങനെ വരുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി വിശ്വവിഖ്യാതമായിട്ടുള്ള സ്മാരകങ്ങൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. ദ താജ്മഹൽ, ദ രാജ്ഘട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഇനി ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പിൽ ഉപയോഗിക്കുന്നു. ദ ഫസ്റ്റ്, ദ സെക്കൻഡ് അങ്ങനെ വരുന്നത്. ഇനി ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി തുടങ്ങിയ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് മുമ്പിലും ദാ ഉപയോഗിക്കുന്നു. ഇനി ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പിലും ദാ ഉപയോഗിക്കുന്നു. ദ റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി. ഇനി ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളാണ് നോക്കുന്നത്. വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവയ്ക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ,
ഹി ബിലോങ്സ് ടു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. ഹി വെൻറ്റ് ടു ജർമ്മനി ലാസ്റ്റ് ഇയർ. ഇനി അതിൽ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നാൽ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുമ്പിലാണെങ്കിൽ ദാ ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ച ഒരു കാര്യമാണ്. ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ദാ ഉപയോഗിക്കണം. സിംഗിൾ ആണെങ്കിൽ അവിടെ വേണ്ട ആവശ്യമില്ല. അത് മാത്രം ഓർത്താൽ മതി ഇവിടെ. അപ്പം ദ UK, ദ USA, ദ UAE അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ അതൊക്കെ. ഇനി ഭാഷകൾക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. എന്നാൽ ഭാഷകൾക്ക് മുമ്പിൽ ദാ വന്നാൽ ആ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തെ ആളുകൾക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദ ഇംഗ്ലീഷ് മീൻസ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ഇനി കായികം, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയ്ക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. ഐ യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 PM. അതാണ് അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ടുള്ളത്. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട്. എന്നാൽ അവയ്ക്ക് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ അഡ്ജക്റ്റീവിന് മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. ഐ ഹാഡ് ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ ചേർക്കണം. ഇനി അടുത്തതായിട്ട് മദർ, ഫാദർ, അങ്കിൾ, ആൻറ്റ് എന്നിവയ്ക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. എന്നാൽ പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ മൈ ഫാദർ, മൈ അങ്കിൾ എക്സെട്ര. ഇനി സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച് എന്നീ സ്ഥലങ്ങൾക്ക് അതത് ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ ദാ ആവശ്യമില്ല. ഹി ഗോസ് ടു സ്കൂൾ റെഗുലർലി. റെഗുലർലി ആണെങ്കിൽ എന്താണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഷീ ഗോസ് ടു ചർച്ച് ദ സൺഡേസ്. അപ്പം അത് എന്താണ്, സൺഡേസിലാണ് പോകുന്നതെങ്കിൽ അത് പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റ് ആവശ്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ ദാ ഉപയോഗിക്കുന്നു. അപ്പം എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. ഹി വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഹിസ് സിക്ക് ഫ്രണ്ട്. അപ്പം ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ നമുക്ക് ദാ വേണം. ഇനി അപ്പം ദാ ഉപയോഗിക്കുന്നു. ഇനി വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. സെയിൻറ്റ് മാരീസ് ചർച്ച്, കേരള യൂണിവേഴ്സിറ്റി എക്സെട്ര. എന്നാൽ യൂണിവേഴ്സിറ്റി എന്ന പദം സ്ഥലപ്പേരിന് മുമ്പാണ് വരുന്നതെങ്കിൽ ദാ ചേർക്കണം. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അങ്ങനെ വരുന്നുണ്ട്. ഇനി ലോഹങ്ങൾ, സംജ്ഞാനാമം എന്നിവയ്ക്ക് മുമ്പിൽ ദാ ആവശ്യമില്ല. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. എന്നാൽ അവ കൊണ്ടുള്ള ഉപകരണങ്ങളാണെങ്കിൽ അതിന് മുമ്പിൽ ദാ ചേർക്കണം. ദ അയൺ ആക്സ് ഈസ് സോ ഷാർപ്പ് ടു കട്ട് ദ ട്രീ. ഇനി SCRT ക്വസ്റ്റ്യൻ പൂൾ ഉണ്ട് അവിടെ. അപ്പം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഹി ഈസ് ഡേഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ അല്ലേ. അപ്പം ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് വന്നു, അതെന്താണ്, സൂപ്പർലേറ്റീവ് ആണ് അത്. അപ്പോൾ നമുക്ക് എന്താണ് വരിക, അവിടെ ദാ ചേർക്കണം. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഇഫ് റിക്വയർഡ്. ചൂസ് ഫ്രം ദ ആൾട്ടർനേറ്റീവ് ഗിവൺ. അപ്പം ഐ ഹോപ്പ് ടു റീച്ച് ഹോം ഇൻ ഡേഷ് അവർ ആണ്. അവറിൻ്റെ മുന്നിൽ എന്ത് വേണം, ആൻ വേണം അല്ലേ. അവർ എന്താണ്, ഒരു സൈലൻ്റ്, H സൈലൻ്റ് ആയിട്ട് വരുന്നിടത്ത് നമുക്ക് ആൻ കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി SCRTയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗമാണ് ജീവജലം എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. അത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. ലയിക്കുന്ന വസ്തുവിനെ എന്ത് പറയുന്നു, ലീനം എന്ന് പറയുന്നു. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് എന്താണ്, അത് ലായനിയാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ലിറ്റർ ആണ്. ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ഒരു ഘന സെന്റിമീറ്റർ ആണെങ്കിൽ 1 മില്ലി ലിറ്റർ ആണ്. 1000 ഘന സെന്റിമീറ്റർ 1 ലിറ്റർ ആണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2 ഭാഗവും ജലമാണ്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വെള്ളം നീരാവിയാകുന്നത്. ഇനി വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഏതാണ്, അത് സാന്ദ്രീകരണമാണ്. നീരാവി വെള്ളമാകുന്നു. ശുദ്ധജലം എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 3.5%. കടൽ വെള്ളമാണെങ്കിൽ 96.5%. ഇനി സോഡയിലെ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലായകം എന്ന് പറയുന്നത് ജലമാണ്. തുരിശിലാണെങ്കിൽ കോപ്പർ ആണ് കേട്ടോ, കോപ്പർ സൾഫേറ്റ് ആണ്. ഇനി സമുദ്രജലം നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവന്റെ ചെപ്പുകളാണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ ജീവന്റെ ചെപ്പുകളാണ്. 1ാമത്തെ ചാപ്റ്ററാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ കഴിയുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്രോസ്കോപ്പാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അമീബ, പാരമീസിയം, യുക്ലീന, ബാക്ടീരിയ. കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്, സൈറ്റോളജിയാണ്. ശരീരത്തിലെ പ്രധാന ഭാഗങ്ങൾ മർമ്മം, കോശദ്രവ്യം, കോശസ്തരം. ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ഉള്ള
ഭാഗങ്ങളാണ് മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. സസ്യകോശങ്ങളിലുള്ളതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായിട്ടുള്ള കോശഭിത്തി, ഹരിതകം കോശത്തിന്റെ കേന്ദ്രം മർമ്മമാണ്. കോശത്തിന്റെ ആവരണം കോശസ്തരമാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം കോശദ്രവ്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. അപ്പൊ നോക്കാം. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ 8ാം ക്ലാസ് ആണ്. ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലെ ഭാഗങ്ങൾ ഐപീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ മിറർ. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണമാണ്. മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുമ്പോൾ എന്താണ്? കോൺകേവ് ദർപ്പണമാണ്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശമാണ് പ്രതിപതിപ്പിക്കുന്നതെങ്കിൽ അത് സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. പ്രകാശം നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പിലെ ഭാഗം എന്ന് പറയുന്നത് അത് കണ്ടൻസർ ആണ്. പ്രകാശം നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പിന്റെ ഭാഗമാണ് കണ്ടൻസർ. പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഡയഫ്രമാണ്. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി. ഇത് 10x 45x അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് റോബർട്ട് ഹുക്കാണ്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയ ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. കോശപഠനത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് സെൽ ബയോളജി. കോശവിജ്ഞാനീയം. കേന്ദ്രം കണ്ടെത്തി ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG Schleiden ആണ് 1838. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ് 1839. നിലവിലെ കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആണ് 1858. കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് MG Schleidenനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശത്തിലെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പോഷകങ്ങളിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു. ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. കോശത്തിലെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുകയും പോഷകങ്ങളിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുകയും ജൈവതന്മാത്രകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നാണ് കേട്ടോ. ജീവദ്രവ്യം എന്നാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നാണ്. കോശദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. മൈറ്റോകോൺട്രിയോനെ കുറിച്ച് നോക്കാം. കോശത്തിലെ ഊർജ്ജ നിലയമാണ്. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അടുത്തത് പഠിക്കാനുള്ളത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. അടുത്തത് റൈബോസോം ആണ്. റൈബോസോം കോശത്തിനുള്ളിലെ മാംസനിർമ്മാണ കേന്ദ്രമാണ്. ER എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നത് എന്താണ്? റൈബോസോം ആണ് കേട്ടോ. അപ്പം റൈബോസോമിൽ എന്തില്ല? സ്തരാവരണമില്ല. അതുപോലെ 1953 ജോർജ് പാലേഡ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. 2 കഷ്ണം ചേർക്കപ്പെട്ട് കിടക്കുന്നു. യോജിപ്പിക്കാൻ മാർഗം ഓക്കെ. അപ്പം ഇത്രയുമാണ് കേട്ടോ റൈബോസോമിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഗോൾജി കോംപ്ലക്സ് ആണ് അടുത്തതായിട്ടുള്ളത്. ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകൾ ഉപയോഗിക്കുന്ന തരം മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് മർമ്മമാണ്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മത്തെ ആവരണം ചെയ്തിട്ട് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപിണഞ്ഞ് കാണപ്പെടുന്ന ഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ്. ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് മർമ്മകം.
മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രങ്ങൾ. കോശത്തിലെ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് അറിയപ്പെടുന്നത് പ്രൊകാരിയോട്ടുകൾ എന്നാണ്. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യുകാരിയോട്ടുകൾ, അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. കോശത്തിലെ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളാണ് വരണധാര്യ സ്തരങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ. 3 തരം ജൈവകണങ്ങളാണ് വർണ്ണകണം, ശ്വേതകണം, ഹരിതകണം. ഇനി പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുക ജൈവകണം. വർണ്ണകണം ഉദാഹരണം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണെങ്കിൽ സാന്തോഫിൽ മഞ്ഞ നിറമാണ്. ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങളാണ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ജൈവകണങ്ങളാണ് ശ്വേതകണം. പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും മാറുന്നതിനുള്ള കാരണം പാകമാകുന്നതിനനുസരിച്ചിട്ട് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അന്നജം പഞ്ചസാരയാകുന്നു. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസം. കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നു. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുവാൻ വേണ്ട ദഹനരസങ്ങൾ കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിലെ ഭാഗം ലൈസോസോമാണ്. അപ്പം ഇത്രയുമാണ് സയൻസ് SCERTയിൽ ഇന്നത്തെ ടോപ്പിക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ സൈക്കോളജിയിലെ മനഃശാസ്ത്ര ചിന്താധാരകളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. മനഃശാസ്ത്ര ചിന്താധാരകൾ. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. നോക്കാം. വിവിധ വിചാര മാതൃകകൾ മനഃശാസ്ത്രത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവ ഓരോന്നും അതാതു കാലഘട്ടത്തിൽ പ്രസക്തവുമായിരുന്നു. അവ ഓരോന്നിനെയും കുറിച്ച് ആധികാരിക സ്രോതസ്സുകളിൽ നിന്നും വിവരം ശേഖരിച്ച് സാമാന്യ വീക്ഷണം ലഭിക്കത്തക്ക വിധത്തിൽ സംക്ഷിപ്തമായതും ലളിതമായിട്ടും അവതരിപ്പിക്കണം. ഓരോന്നിൻ്റെയും പ്രയോഗ സാധ്യതകൾക്ക് ഊന്നൽ നൽകുകയും വേണം. വിവരശേഖരണം, ക്ലാസ് റൂം അവതരണം, ക്രോഡീകരണം എന്നീ ഘട്ടങ്ങളിലൂടെ എല്ലാം ടീച്ചറുടെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. വിശദ പഠനം അപ്പം നമുക്ക് നോക്കാം. അതിൽ ഘടനാവാദമാണ് ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ നോക്കുന്നത്. DLEDന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഘടനാവാദം വില്യം വൂണ്ട് 1832 to 1920. ഘടനാവാദത്തിന് തുടക്കം കുറിച്ചു. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത്. ഘടന മനസ്സിലാവാതെ അതിന്റെ ധർമ്മം വിശദീകരിക്കാൻ കഴിയില്ല. സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശം എന്നിവയെല്ലാം ശാസ്ത്രീയമായ അപഗ്രഥനത്തിന് വിധേയമാക്കിയത് വില്യം വൂണ്ടാണ്. മനുഷ്യന്റെ എന്തു ചെയ്തിയും എന്നതിലേറെ അവന് അതിൽ നിന്നും എന്ത് അനുഭവം ഉണ്ടായി എന്നും അവൻ്റെ ബോധമണ്ഡലത്തിലെ വിഷയം എന്തായിരുന്നു എന്നും അദ്ദേഹം അന്വേഷിച്ചത് മനസ്സിൻ്റെ ഘടകങ്ങളെന്ന് ഘടനാവാദികൾ കരുതിയ സംവേദനമാണ്. സംവേദനം, ബിംബം, വികാരം എന്നിവയുടെ അടിസ്ഥാന മൂലകങ്ങൾ തേടിയുള്ള അന്വേഷണം ഏറെ മുന്നേറിയില്ല. രസതന്ത്രത്തിൽ സംയുക്തത്തെ മൂലകമായും പിരിക്കും പോലെ മനസ്സിനെ പിരിക്കാനാവില്ലെന്ന് മറ്റു മനഃശാസ്ത്രത്തെ പ്രത്യേകിച്ചും ധർമ്മവാദികൾ വാദിച്ചു. അപ്പോൾ വില്യം വൂണ്ടിനെ കുറിച്ചിട്ട് നോക്കാം. ജർമ്മൻ ദാർശനിക മനഃശാസ്ത്രജ്ഞനായിരുന്നു. ദർശനത്തിൻ്റെയും ശരീരശാസ്ത്രത്തിൻ്റെയും ആശ്രിത ശിശുവായിരുന്ന മനഃശാസ്ത്രത്തെ ഒരു സ്വതന്ത്ര ശാഖയായിട്ട് ഉയർത്തി. 1879 ലീപ്സിംഗ് സർവകലാശാലയിലെ ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണ ശാഖ ആരംഭിച്ചു. 1881 ആദ്യ മനഃശാസ്ത്ര ജേണലിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തെ ശിഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തായി ആരംഭിച്ച പുതിയ പരീക്ഷണശാലകൾ മനഃശാസ്ത്ര പഠനത്തിന് വിപുലമായിട്ടുള്ള അടിത്തറയൊരുക്കി. എഡ്വേർഡ് ടിച്നർ, സ്റ്റാൻലി ഹള്ള് എന്നിവർ പ്രമുഖ ശിഷ്യന്മാരാണ്. ആരൊക്കെയാണ്? എഡ്വേർഡ് ബി ടിച്നർ, സ്റ്റാൻലി ഹള്ള്. ഇനി ധർമ്മവാദമാണ്. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണ്. പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം എന്നീ ധർമ്മങ്ങളാവണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയമെന്നും ധർമ്മവാദികൾ മുന്നോട്ട് വെച്ചു. വില്യം ജെയിംസ് ആണ് ഇതിന്റെ പ്രധാന വക്താവ്. ജോൺ ഡ്യൂയി, ഹാർവിഗാർ എന്നിവരുടെ ആശയങ്ങളും ധർമ്മവാദത്തോട് യോജിക്കുന്നു. വ്യവഹാരവാദത്തിന്റെ ശക്തമായിട്ടുള്ള പ്രഭാവത്തിൽ തൽക്കാലം മങ്ങലേറ്റുവെങ്കിലും പിൽക്കാല കാഴ്ചപ്പാടുകളിൽ ഇതിന്റെ ശക്തമായിട്ടുള്ള സ്വാധീനം കാണാം. ഇതിൽ നമുക്ക് വില്യം ജെയിംസിനെ കുറിച്ച് നോക്കാം. അമേരിക്കൻ ഗവേഷകനാണ്. ജർമ്മൻ ദാർശനിക മനഃശാസ്ത്രജ്ഞനാണ് കേട്ടോ വില്യം വൂണ്ട്. വില്യം ജെയിംസ് ആണെങ്കിൽ അമേരിക്കൻ ഗവേഷകനാണ്. പ്രശസ്ത നോവലിസ്റ്റ് ഹെൻറി ജെയിംസിന്റെ സഹോദരനാണ്. വൈദ്യശാസ്ത്ര മേഖലകളിൽ പ്രവർത്തനം ആരംഭിച്ചു. 1872 മുതൽ ഹാർവാർഡ് സർവകലാശാലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. 1890 പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി പ്രസിദ്ധീകരിച്ചു. ചാൾസ് ഡാർവിന്റെ ആശയങ്ങൾ സ്വാധീനിച്ചു. മനുഷ്യവർഗത്തെ അതിജീവനത്തിന് സഹായിച്ചത് ബോധമാണെന്ന് കരുതി ബോധ അനുഭവത്തിന്റെ നൈരന്യത്തിൽ ഊന്നി അതിനെ ഘടകങ്ങളാക്കി പഠിക്കുന്ന ഘടനാവാദ രീതിയെ ശക്തമായിട്ട് എതിർത്തു. ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്.
ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ആശയം. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ മാർക്സ് വെർത്തിമറെ ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നു. വുൾഫ് ഗ്യാങ് കോഹ്ലർ, കർട്ട് കോഫ്ക, കർട്ട് ലെവിൻ എന്നിവരാണ് ഇതിൻ്റെ ആദ്യകാല പ്രചാരകർ. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായിട്ടുള്ള അനുഭവം പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ആണെന്ന് ഗസ്റ്റാൾട്ടിസം സിദ്ധാന്തിക്കുന്നു. സ്കൂൾ പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ ഈ സിദ്ധാന്തത്തിൻ്റെ പല ആശയങ്ങളും പരിഗണിക്കാറുണ്ട്. ഇനി വ്യവഹാരവാദമാണ്. സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് വ്യവഹാരവാദികൾ സിദ്ധാന്തിക്കുന്നു. പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്നും ഇവർ വാദിക്കുന്നു. ജീവികളുടെ വ്യവഹാരങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകിയത്. ജെ.ബി. വാട്സൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ ആണ്. ഇ.എൽ. തോണ്ടേക്ക്, ഐ.പി. പാവ്ലോവ്, സി.എൽ. ഹള്ള്, ബി.എഫ്. സ്കിന്നർ എന്നിവരുടെ വ്യവഹാരവാദത്തിൻ്റെ വക്താക്കളാണ്. മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിച്ചാണ് പല വാദഗതികളും മുന്നോട്ട് വെച്ചത്. മാനസിക പ്രക്രിയയെ അവഗണിച്ചതും അതിൻ്റെ പരിമിതിയാണ്. അടുത്തതായിട്ട് മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിൻ്റെ പ്രധാന വക്താവ്. അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നത് എന്നും അദ്ദേഹം വാദിച്ചു. വ്യവഹാരത്തിൻ്റെ അബോധ തലത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലൂടെ വ്യക്തിത്വം, പ്രചോദനം, മാനസിക സംഘർഷങ്ങൾ എന്നിവ അപഗ്രഥിക്കുവാനും വിശദീകരിക്കുവാനും ഇദ്ദേഹം ശ്രമിച്ചു. ഫ്രോയിഡിൻ്റെ അനുയായികളാണ് കാൾ യുങ്, ആഡ്ലർ എന്നിവർ ഈ സിദ്ധാന്തത്തെ കൂടുതൽ പരിപോഷിപ്പിച്ചു. ലൈംഗികതയുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി എന്ന വിമർശനം നിലനിൽക്കുന്നുവെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അപഗ്രഥിച്ച് പരിഹാരം കാണുന്നതിന് മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർ ഇന്നും ഈ സിദ്ധാന്തം അവലംബിക്കുന്നുണ്ട്. അടുത്തത് മാനവികതാവാദമാണ്. മനുഷ്യന്റെ സവിശേഷമായ ഗുണങ്ങളിൽ ഊന്നുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തെയും കാണുന്നു. കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ എന്നിവരാണ് ഇതിന്റെ വക്താക്കൾ. മനുഷ്യന്റെ ആത്മബോധമാണ് അതിന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് റോജേഴ്സ് അഭിപ്രായപ്പെട്ടു. ആത്മസാക്ഷാത്കാരം ഇതിന്റെ പാരമ്യമായ ലക്ഷ്യമായിട്ട് കാണുന്നു. അടുത്തത് ജ്ഞാനനിർമ്മിതിവാദമാണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കുവാനുള്ള കഴിവുണ്ടെന്ന ആശയമാണ് ജ്ഞാനനിർമ്മിതിവാദക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അറിവിന്റെ നിർമ്മാണം നടക്കുന്നത് പിന്നീടുള്ള മാനസിക പ്രക്രിയകളിലാണെന്ന് ഇക്കൂട്ടർ ശ്രദ്ധ പതിപ്പിച്ചത് ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ തുടങ്ങിയവർ ഇതിന്റെ വക്താക്കളാണ്. കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കാനാകുമെന്നാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറിവിന്റെ നിർമ്മിതി നടക്കുന്നത്. ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. ലവ് വൈഗോട്സ്കി പ്രധാന വക്താവാണ്. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് മനഃശാസ്ത്ര ചിന്താധാരകളിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിലെ 3 ചാപ്റ്റേഴ്സ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ തന്നിട്ടുണ്ട്. അതുകൂടി നോക്കാം. അതിന് പിക്ചർ ഉണ്ടാവില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ് കേട്ടോ. സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ തന്നപ്പം അത് തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്ക് എല്ലാം നമ്മൾ ടൈം ടേബിളിലുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചു തീർക്കും. അപ്പോൾ നോക്കാം. സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദിയുടെയും തീരത്ത് വളർന്നു വന്ന സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാരപ്പൻ സംസ്കാരമാണ്. സിന്ധു നദീതടത്തിൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം കുടിയേറി. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്നത് കാലഘട്ടം വേദകാലമാണ്. വേദകാലം 1500 മുതൽ 600 BC വരെ ആയിരുന്നു. ഋഗ്വേദകാലം 1500 to 1000 BC വരെ. ഋഗ്വേദകാലത്ത് രചിച്ച വേദമാണ് ഋഗ്വേദം. പിൽക്കാല വേദകാലം 1000 BC മുതൽ 600 BC വരെയാണ്. പിൽക്കാല വേദകാലത്തിൽ രചിച്ച വേദമാണ് സാമവേദം, അഥർവവേദം, യജുർവേദം. വേദകാലത്ത് സമ്പത്ത് കന്നുകാലികളായിരുന്നു. വേദകാലത്തെ പ്രധാന കാർഷിക വിള ബാർലി ആയിരുന്നു. കാലികളെ മേയിച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടമാണ് ഗോത്രം. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ എന്നറിയപ്പെട്ടിരുന്നത് രാജനാണ്. കുതിരകളുടെ കുളമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. ആര്യന്മാർ കീഴടക്കിയവർ ദാസ്യന്മാരെന്നും ദാസികളെന്നും അറിയപ്പെട്ടു. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകി ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എ.എൽ. ബാഷാമാണ്. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചരിത്രകാരനാണ് എ.എൽ. ബാഷാം. ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാരാണ് ഇന്ദ്രനും വരുണനും അഗ്നിയും. അപ്പം ഇന്ദ്രനെയും വരുണനെയും അഗ്നിയെയുമാണ് ഋഗ്വേദകാലത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാര്. ആരാധിച്ചിരുന്ന ദേവതമാരാണ് അതിഥി, ഉഷസ്. ഈ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. പിൽക്കാലത്ത് വേദകാലം ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് കുടിയേറിയ
കാലഘട്ടം ഇരുമ്പ് കണ്ടെത്തി പിൽക്കാല വേദകാലം ഇരുമ്പ് കാലഘട്ടം എന്ന് അറിയപ്പെട്ടു. പിൽക്കാല വേദകാലഘട്ടത്തിലെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം. കന്നുകാലി വളർത്തലിൽ നിന്നും കൃഷിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചു. കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങളാണ് ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ. സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ചാതുർവർണ്ണ്യം എന്നറിയപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്നാണ്. പ്രാചീന തമിഴകത്ത് ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകൾ അറിയപ്പെടുന്നത് മഹാശിലകൾ എന്നാണ്. മഹാശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം മഹാശില സംസ്കാരം എന്നറിയപ്പെട്ടു. പഴന്തമിഴ് പാട്ടുകൾ സംഘകൃതികൾ എന്നറിയപ്പെട്ടു. മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നവർ പാണ്ഡ്യന്മാർ. പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഘം എന്ന് പറയുന്നത്. സംഘകൃതികളിൽ പ്രധാനപ്പെട്ടവയാണ് പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങൾ ആയിരുന്നു. പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ ഇവരെ മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടു. പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ചേരന്മാർ. സംഘകൃതികളിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്നറിയപ്പെടുന്നു. മലകൾ, മലയോരങ്ങൾ ഈ പ്രദേശം കുറിഞ്ചി, തിണ എന്നറിയപ്പെട്ടു. കാട്, പുൽമേട് ഇവ മുല്ല എന്ന തിണയിൽ പെടുന്നു. വരണ്ട പ്രദേശം പാല എന്ന തിണയിലും വയൽ മരുതം എന്ന തിണയിലും തീരപ്രദേശം നെയ്ത്തൽ എന്ന തിണയിലും പെടുന്നു. കുരുമുളക് ധാരാളമായി കൃഷി ചെയ്യുന്ന തിണയാണ് കുറിഞ്ചി. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററാണ് നദീതട സംസ്കാരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററാണ്. അതെ, നദീതട സംസ്കാരങ്ങളിലൂടെയാണ്. 1921 സർ ജോൺ മാർഷൽ ആയിരുന്നു സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തിയത്. സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴിയിലൂടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെട്ടു. പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടന്നത്. ദയാറാം സാനിയാണ് നേതൃത്വം നൽകിയത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. പാകിസ്ഥാനിലെ തന്നെ മോഹൻജദാരോ ഖനനം നടത്തിയത് R.D. ബാനർജിയാണ്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആസ്ട്രോണമിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. പ്രധാന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ ഹാരപ്പ പാകിസ്ഥാനിലാണ്, മോഹൻജദാരോ പാകിസ്ഥാൻ, സുക്ക ചെൻഡോർ പാകിസ്ഥാൻ, അലങ്കിർപൂർ, ബനവാലി, കാലിബംഗൻ, ലോത്തൽ, ധോളാവീര, റംഗ്പൂർ ഇന്ത്യ. നഗര സവിശേഷതകൾ: ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ പ്രത്യേകത. കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ എന്നീ നഗരങ്ങൾ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പടിഞ്ഞാറുള്ള ഉയർന്ന പ്രദേശം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു. വീടുകളെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളതായിരുന്നു. ചിലത് ഒറ്റമുറി വീടുകളും മറ്റു ചിലത് കൂടുതൽ മുറികളുള്ള വിശാലമായ മുറ്റവും കിണറുകളും ഉള്ളവയായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു. അഴുക്കുചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നും മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകൾ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുകളുമായി ബന്ധപ്പെട്ടിരുന്നു. ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഗ്രാമങ്ങളിലും അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. മോഹൻജദാരോയിൽ നിന്നും ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചിട്ടുണ്ട്. അക്കാലത്തെ ജനങ്ങൾ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ് ഇത്. ചുട്ട ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. ധാന്യപ്പുരകൾ, കൃഷി.
ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയ നഗര അവശിഷ്ടങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യപ്പുരകൾ. ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കുവാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി, പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ റംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്നും നെൽകൃഷി ചെയ്തിരുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. സിന്ധു നദി ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ആ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാരണമാണ്. ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചിരുന്നു. കൃഷിക്ക് പുറമെ മൃഗപരിപാലനം നിലനിന്നിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. കണ്ടാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിരുന്നു. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവ വളർത്തിയിരുന്നു. ഹാരപ്പയിലെ ധാന്യങ്ങൾ സംഭരണങ്ങൾ അക്കാലത്തെ ഭരണ സംവിധാനത്തിന് മികവിനെ കാണിക്കുന്നു. കച്ചവടം സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ആകെ കൈമാറ്റത്തിനായിട്ട് കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അളവ് തൂക്ക ഉപകരണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. മെസ്സപ്പൊട്ടേമിയ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇത് ഹാരപ്പയാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ലഭിച്ച മുദ്രകളും ഈ കച്ചവടത്തിനായി ഉപയോഗിച്ചതായിട്ട് കരുതപ്പെടുന്നു. നാണയം ഉപയോഗിച്ചതായിട്ട് പറയുന്നില്ല. കടൽ വഴിയൊന്നും വാണിജ്യ കേന്ദ്രങ്ങൾ ലോത്തൽ ആയിരുന്നു. കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ ലോത്തൽ ആയിരുന്നു. കളിമണ്ണിൽ തീർത്ത പാഴ്കപ്പലുകളുടെ രൂപങ്ങളും കടൽ വഴിയിൽ കച്ചവടത്തിന് മറ്റൊരു തെളിവാണ്. രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്നും ചെമ്പും അഫ്ഗാനിസ്ഥാനിലെ നിന്നും മധ്യേഷ്യയിൽ വെളുത്തിയും സ്വീകരിച്ചിരുന്നു. ഇവ ഉപയോഗിച്ച് വെങ്കലം നിർമ്മിച്ചു. അതുകൊണ്ട് ഈ യുഗത്തിന് വെങ്കല യുഗം എന്ന് പറയപ്പെടും. കരകൗശല വസ്തുക്കളും തൊഴിൽക്കൂട്ടങ്ങളും. മൺപാത്ര നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു കരകൗശല തൊഴിലായിരുന്നു. അതോടൊപ്പം തന്നെ മൺപാത്ര അലങ്കാര പണികൾ നടത്തിയിരുന്നു. സ്ത്രീ പുരുഷ രൂപങ്ങളിലും വണ്ടികളുടെ മുഖങ്ങളും ലഭിച്ചിട്ടുണ്ട്. സ്വർണം, വെങ്കലം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ലോത്തലിൽ നിന്നും മുത്ത് നിർമ്മാണ കേന്ദ്രം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് ഉപയോഗിച്ച് വളകൾ നിർമ്മിച്ചു. ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. മോഹൻജദാരോയിൽ നിന്നും ലഭിച്ച നർത്തകിയുടെ പ്രതിമ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതായിട്ട് വിശ്വാസ രീതികളാണ്. കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇവിടെ നിന്നും ലഭിച്ച പുരുഷ രൂപങ്ങളുടെ ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണ് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഇവർ ആരാധിച്ചിരുന്നു. മോഹൻജദാരോ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച. ഏകദേശം 1700 BCയോട് കൂടി ഹാരപ്പൻ സംസ്കാരം നശിച്ചു തുടങ്ങി. അതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ത് രാജാക്കന്മാർ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ മമ്മി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ ആണ് പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരം നെയിൽ നദിയുടെ തീരത്താണ് ഉയർന്നു വന്നത്. കൃഷിയായിരുന്നു പ്രധാന അടിത്തറ. നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അവരുടെ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകൾ ആണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. ഗണിതശാസ്ത്ര രംഗത്തും ഒരുപാട് പുരോഗതി കൈവരിച്ചിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിൽ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ തയ്യാറാക്കിയിരുന്നു. പ്രതിമ നിർമ്മാണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം സ്ഫിൻക്സ് എന്ന പ്രതിമ തന്നെയാണ്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണ് സ്ഫിൻക്സ്. മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത് അർമേനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ ഉള്ള പ്രദേശമാണ് പ്രാചീന മെസ്സപ്പൊട്ടേമിയ. നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസ്സപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്തിരുന്നു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിവയായിരുന്നു അവ. ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷി പുരോഗതിയെ സഹായിച്ചു. ഉറൂക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസ്സപ്പൊട്ടേമിയൻ പ്രധാന നഗരങ്ങളായിരുന്നു. മെസ്സപ്പൊട്ടേമിയ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്ന് അറിയപ്പെട്ടിരുന്നത്. മണ്ണ് കുഴച്ചുണ്ടാക്കിയ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ആണി ഉപയോഗിച്ച് എഴുതിയ ശേഷം ഉണക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ മെസ്സപ്പൊട്ടേമിയൻകാർക്ക് കഴിഞ്ഞിരുന്നു.
ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും അതുപോലെ തന്നെ 24 മണിക്കൂറായിട്ടും കണക്കാക്കിയിരുന്നു. 4 ആഴ്ചകളായി ഒരു ദിവസത്തെ 24 മണിക്കൂറായും കണക്കാക്കിയിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അവർക്ക് അറിയാമായിരുന്നു. പ്രാചീന മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവം തെളിയിക്കുന്നതാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത്. ആരാധനാലയങ്ങൾ നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടിക ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു അടിത്തറ. മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ എഴുതിയത് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. പിന്നീട് ചിഹ്നങ്ങൾ നിലവിൽ വന്നു. അവർക്ക് ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അതിൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. അടുത്ത ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ഗംഗാ സമതലത്തിലൂടെ എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ BCE 2000 ആണ്ട് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു. ജനസംഖ്യാ വർധനവും കാലികൾക്ക് ആവശ്യമായിട്ടുള്ള പുൽമേടുകളുടെ കുറവും ദൂരപ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു. കന്നുകാലികളെയും തങ്ങൾ ഇണക്കി വളർത്തിയിരുന്ന കുതിരകളെയും അവർ കൂടെ കൂട്ടി. അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലെത്തി. തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ഇവർ ആര്യന്മാർ എന്നറിയപ്പെട്ടു. ആര്യന്മാർ നാടോടികളായ ഇടയന്മാരായിരുന്നു. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഈ ഭാഷകൾ പൊതുവെ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്നറിയപ്പെട്ടു. ഈ ഭാഷകളിൽ ഒന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഋഗ്വേദമാണ്. ഏകദേശം 3500 വർഷം മുമ്പ് ആര്യന്മാർ ഇന്ത്യക്ക് വടക്കു പടിഞ്ഞാറ് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇതിന് അവരെ സഹായിച്ചത് കുതിരകളും കുതിരകളെ കെട്ടിയ രഥങ്ങളുമായിരുന്നു. ഗംഗാ തടത്തിലേക്ക് സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും കാട് വെട്ടിക്കരിച്ചാണ് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വനപ്രദേശങ്ങളിലേക്കും കുടിയേറിയത്. ഇരുമ്പായുധങ്ങളുടെ ഗംഗാ തടത്തിലേക്ക് സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും കാട് വെട്ടിക്കരിച്ചാണ് ആര്യന്മാർ ഗംഗാ സമതലത്തിലെ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറിയത്. ഇരുമ്പായുധങ്ങളുടെ ഉപയോഗമായിരുന്നു ഈ വ്യാപനത്തെ ഏറെ സഹായിച്ചത്. ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച ഇരുമ്പായുധങ്ങളുടെയും ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവയിൽ പ്രധാനമാണ്. ഇനി കാർഷിക സമൂഹത്തിലേക്ക് എന്നുള്ള ഭാഗമാണ്. ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടി തെളിയിച്ചു. കൃഷിയുടെ വ്യാപനത്തിലൂടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായി മാറി. നാടോടികളായ ജനങ്ങൾ സ്ഥിരവാസമാക്കിയ പ്രദേശം ജനപദം എന്നറിയപ്പെട്ടു. ഗോത്രതലവന്മാർ രാജാവായി. രാജഭരണം പരമ്പരാഗതമായിരുന്ന ഗോത്രസഭകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി നടപ്പിൽ വന്നു. ബലി, ഭാഗ എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടത്. സമൂഹം 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഗംഗാ സമതലത്തിലൂടെ സമൂഹം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ പുരോഹിതന്മാരായിരുന്നു. ക്ഷത്രിയർ ഭരണാധികാരികളും സേനാനികളുമായിരുന്നു. വൈശ്യർ കച്ചവടം, കൃഷി, കന്നുകാലി തുടങ്ങിയവ. ശൂദ്രര് ദാസ്യപ്രവൃത്തി. ജനജീവിതം. ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നു. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്രതലവനായി തെരഞ്ഞെടുത്തിരുന്നു. ഗോത്രതലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. വിധാത, സഭ, സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത്. ആര്യന്മാർ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഋഗ്വേദ കാലത്ത് സമൂഹത്തെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരുന്നു. ഋഗ്വേദ കാലത്തെ സമൂഹം: പുരോഹിതൻ, സേനാനികൾ, സാധാരണക്കാർ. ആര്യന്മാരുടെ സാധ്യകാല വിശ്വാസങ്ങൾ ലളിതവും പ്രാകൃത രൂപത്തിലുമുള്ളതും ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസങ്ങൾ ലളിതവും പ്രകൃതി ആരാധനയ്ക്ക് അധിഷ്ഠിതവുമായിരുന്നു. ഇന്ദ്രനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. കൂടാതെ അഗ്നി, വരുണൻ, മരുത്,
സൂര്യൻ എന്നീ ദൈവങ്ങളും അവർ ആരാധിച്ചിരുന്നു. കാലി സമ്പത്തിന്റെ വർധനവിനായിട്ട് പ്രത്യേക പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും അവർ നടത്തിയിരുന്നു. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഋഗ്വേദ കാലത്തെ പ്രധാന ദൈവങ്ങളായ ഇന്ദ്രനും അഗ്നിക്കും പ്രാധാന്യം നഷ്ടപ്പെടുകയും പ്രജാപതി, വിഷ്ണു എന്നിവരുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. ലളിതമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പകരം സങ്കീർണമായ പല ആരാധനാ രീതികളും നിലവിൽ വന്നു. പുരോഹിതർ കൂടുതൽ ശക്തരായി. നഗരങ്ങൾ ഉയരുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഇരുമ്പിന്റെ ഉപയോഗവും ഗംഗാസമതലത്തെ മികച്ച കാർഷികോൽപാദന കേന്ദ്രമാക്കി മാറ്റി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് നഗരങ്ങളായി വളർന്നു. കച്ചവടത്തിനായിട്ട് ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിര താമസമാക്കി. ഇങ്ങനെ ഉയർന്നു വന്ന നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലിലും ഏർപ്പെട്ട പുതിയൊരു സമൂഹം ഉയർന്നു വന്നു. സാധനങ്ങളുടെ കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നു. മുകളിൽ സൂചിപ്പിച്ച സാമൂഹിക മാറ്റങ്ങൾ ജനങ്ങളുടെ ചിന്തയിൽ സ്വാധീനം ചെലുത്തി. ഈ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായിട്ട് നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു. ഈ രീതിയിൽ ജനപ്രീതി നേടിയതും സ്വാധീനം ചെലുത്തിയതും ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. ബുദ്ധമത തത്വങ്ങൾ അഹിംസയായിരുന്നു പ്രാധാന്യം. ശ്രീബുദ്ധൻ കർമ്മത്തിന് വളരെയധികം പ്രാധാന്യം നൽകി. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണ്ണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് അകത്തും പുറത്തും ബുദ്ധമതം അതിവേഗം പ്രചരിപ്പിച്ചു. പാലി ഭാഷയിൽ എഴുതിയിട്ടുള്ള ത്രിപീഠകങ്ങളാണ് ബുദ്ധമത തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ത്രിപീഠകങ്ങൾ: വിനയപീഠകം, സുത്തപീഠകം, അഭിധർമ്മപീഠകം. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സംസ്കാര ബന്ധങ്ങൾ വളർത്തുന്നതിൽ ബുദ്ധമതം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ബുദ്ധവിഹാരങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ സർവകലാശാലകൾ ബുദ്ധമതത്തിൻ്റെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. ബുദ്ധമതം മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. അത് ബുദ്ധമതത്തിന്റെ ആകർഷണീയത നഷ്ടപ്പെടുത്തി. ജൈനമതം: ബുദ്ധന്റെ സമകാലികനായിരുന്ന വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചിരുന്നത്. ജൈനമത വിശ്വാസത്തിനനുസരിച്ചിട്ട് 24 തീർത്ഥങ്കരന്മാരുണ്ട്. 24ാമത്തെ തീർത്ഥങ്കരായിരുന്നു മഹാവീരൻ. ജൈനമതം അഹിംസക്ക് വളരെ പ്രാധാന്യം നൽകി. ശരിയായിട്ടുള്ള വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ശരിയായ ജീവിതം. കളവ് പറയൽ, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദനം എന്നിവ ജൈന സന്യാസിമാർക്ക് വിലക്കപ്പെട്ടിരുന്നു. ജൈനമതം പ്രാകൃത്, പാലി എന്നീ ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചത് ജൈനമതത്തിന്റെ അധപതനത്തിന് കാരണമായി. അടുത്തത് മഹാജനപദങ്ങൾ. കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ജനപദങ്ങൾ ഇവിടെ സ്ഥിര താമസമാക്കിയ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. അതോടെ ഗോത്രത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന കൂറ് അവർ താമസിക്കുന്ന പ്രദേശത്തോട് കൂടിയായി മാറി. ഈ ജനപദങ്ങളിൽ പലതും കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി. മഹാജനപദങ്ങളിൽ കൂടുതലും ശക്തമായത് മഗധയായിരുന്നു. മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളും രാജവംശരും ചുവടെ കൊടുത്തിരിക്കുന്നു. ബിംബിസാരൻ, അജാതശത്രു, ഹര്യങ്ക വംശം. ബിംബിസാരൻ, അജാതശത്രു, ഹര്യങ്ക വംശം. ശിശുനാഗൻ, കാലശോകൻ, ശിശുനാഗ വംശം. മഹാപത്മനാഭൻ, നന്ദവംശം. വൈദേശിക ബന്ധങ്ങൾ. അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം പേർഷ്യൻ ഭരണാധികാരി സൈറസ് കീഴടക്കിയിരുന്നു. പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരി അലക്സാണ്ടർ BCE 327 ഇന്ത്യ ആക്രമിച്ചു. പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു. യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു. ഖരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നു. കരയിലും കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു. ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചു. ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു. പേർഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു. ഇന്ത്യക്ക് വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴി തെളിയിച്ചു. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.